നോക്കിയാ അതെന്താ പരിപാടി? പെൻഷൻ വിതരണോ? പെൻഷൻ വിതരണ, സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ഞാൻ ഒന്നും ചോദിച്ചില്ല. അനക്ക് പരിധി എത്തിക്കാൻ 25 ഉറുപ്പിക വാങ്ങിയിട്ട് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇത്രയും ആളുകളെ നിലനിർത്തിയാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൊടുത്തോ? 25 ഉറുപ്പിക വാങ്ങിനു, എൻ്റെ ബാങ്ക് 30 ഉറുപ്പിക വാങ്ങിയില്ലേ? ജെരി ഒപ്പിട്ട് എടുത്തോ? വേണ്ടാന്ന് വീട്ടിൽ എത്തിക്കാനും സർക്കാർ ജിയോ അല്ലേ? സർക്കാരല്ലേ ജിയോ? ഐ ആം ആസ്കിംഗ് ടു ഹിം, നോട്ട് ഓൺ യു. ഓക്കെ, സർക്കാർ ജിയോ എന്താ? സർക്കാർ ജിയോ എന്താ? ഗവൺമെന്റ് ഓർഡർ. ജിയോ മീൻസ് ഗവൺമെന്റ് ഓർഡർ. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്നില്ല. ഞാൻ സംസാരിക്കുന്ന ഇയാളോടാണ്. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരാ ചോദിച്ചത്. എന്താണ് സർക്കാരിന്റെ ഓർഡർ? സർക്കാരിന്റെ ഓർഡർ എന്താ? സർക്കാരിന്റെ ഓർഡർ എന്താ? ഇത് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇത് പൈസ, ഇത് ഓർഡറുകൾ. ഇത്രയും ആളുകളെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിലനിർത്തിയിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലെ ആള് അല്ലേ? അവിടുത്തെ സ്റ്റാഫ് അല്ലേ? വീട്ടിൽ കൊണ്ടേ കൊടുക്കും. ഓൻ വീട്ടിൽ കൊണ്ടേ കൊടുക്കും. ഓൻ സുഖമല്ലെങ്കിൽ ഓന്റെ പണി വേറെ ആളെടുക്കും. ഞാൻ ഓനോട് ചോദിച്ചോളാം. നിങ്ങൾ ഓന് എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കൊടുത്തോ? എനിക്ക് കഴിഞ്ഞും കൊടുത്തോ? ഞാൻ കൊടുക്കണ്ട അറിഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളോട് വാങ്ങണ്ട അറിഞ്ഞോ? ഞാൻ നിങ്ങളോടും പറയും വർത്താനമില്ല. എനിക്ക് നിങ്ങളോട് വർത്താനുള്ളൂ. നിങ്ങൾക്ക് കൊടുത്തോളി. കൊടുത്തോ. അടുത്ത ആരാഴ്ച വിളിച്ച കൊടുത്തോ. എന്താ പ്രശ്നം? എന്താ കൊടുത്തോ? ഞാൻ കൊടുക്കണ്ട അറിഞ്ഞില്ലല്ലോ. ഞാൻ പെൻഷൻ കൊടുക്കണ്ട അറിഞ്ഞില്ല. പെൻഷൻ കൊടുത്തോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ ഇവനോട് സംസാരിക്കണുള്ളൂ. പെൻഷൻ കൊടുത്തോ? കൊടുത്തോ? പെൻഷൻ കൊടുത്തോ? ആയിക്കോട്ടെ, പെൻഷൻ കൊടുത്തോ? നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ലോകകപ്പ് കളിക്കാൻ തഹ്സിൻ ഖത്തർ സംഘത്തിൽ ഇടം നേടി കണ്ണൂർ സ്വദേശി. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ. ആ കസേര അളിയന് സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധുനിയമനം. ആരോഗ്യരംഗം വട്ടപ്പൂച്ചുമോ? പഴയ വീഡിയോ മുരളീധരനെ തിരിഞ്ഞുകൊത്തുന്നു. നുണകളുടെ ഘോഷയാത്രയുമായി VD സതീശൻ. LDF സർക്കാർ ഇന്ധനനികുതി കുറച്ചതിന്റെ നിയമസഭാ രേഖകൾ പുറത്ത്. അണ്ണാമലൈ BJP വിട്ടു. രാജിക്കത്ത് നിതിൻ നബീന് കൈമാറി. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് സൂചന. മുഖ്യമന്ത്രിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ല. സ്ഥലം വിട്ടുപോകില്ല പാരിയത്തുകാവ് ഉന്നതി നിവാസികൾ. മാലിന്യ കൂമ്പാരമായി എവറസ്റ്റ് കൊടുമുടി. ഉപേക്ഷിക്കപ്പെട്ട ടെന്റുകളും ഓക്സിജൻ സിലിണ്ടറുകളും വീഡിയോ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജൂൺ 4 ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കും. MV ഗോവിന്ദൻ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മാലിന്യം കൂമ്പാരമായി എവറസ്റ്റ് കൊടുമുടി. ഉപേക്ഷിക്കപ്പെട്ട ടെന്റുകളിൽ ഓക്സിജൻ സിലിണ്ടറുകളും വീഡിയോ കണ്ടു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് മനുഷ്യനിർമ്മിത മാലിന്യങ്ങളാൽ വീർപ്പുമുട്ടുന്നതായി റിപ്പോർട്ട്. എവറസ്റ്റിന്റെ ഏറ്റവും ഉയർന്ന താവളങ്ങളിൽ ഒന്നായ ക്യാമ്പ് 4 പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും ഉപേക്ഷിക്കപ്പെട്ട ടെന്റുകളും ഓക്സിജൻ സിലിണ്ടറുകളും കുന്നുകൂടി കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പർവ്വതാരോഹികരിൽ ഒരാൾ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ചർച്ചകൾക്കും പരിസ്ഥിതി ആശങ്കകൾക്കും വഴിതെറിയുകയാണ്. റെക്കോർഡ് പർവ്വതാരോഹണം നടന്ന പുതിയ സീസണിന് പിന്നാലെയാണ് കൊടുമുടിയിലെ ഈ പരിതാപകരമായ അവസ്ഥ വെളിപ്പെട്ടിരിക്കുന്നത്. ക്യാമ്പ് ചെയ്ത സ്ഥലങ്ങളിൽ പർവ്വതാരോഹകര ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ചു പോയ തകർന്ന ടെന്റുകൾ, ശൂന്യമായ ഓക്സിജൻ കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ, മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ മണ്ണിനടിയിൽ ചിതറിക്കിടക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടുത്തെ കടുത്ത കാലാവസ്ഥയും ഓക്സിജന്റെ നീക്കം ചെയ്യുന്നത് അതീവ ദുഷ്കരമാണ്. പല അവശിഷ്ടങ്ങളും മഞ്ഞുകട്ടകൾക്കുള്ളിൽ ഉറച്ചുപോയ അവസ്ഥയിലാണ്. ഇവ വലിയ പ്രയത്നത്തിലൂടെ മാത്രമേ കുഴിച്ചെടുക്കാൻ സാധിക്കൂ. നേപ്പാൾ സർക്കാരിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ എവറസ്റ്റ് ശുചീകരണ യത്നങ്ങൾ നടക്കാറുണ്ടെങ്കിലും ഓരോ വർഷവും എത്തുന്ന പർവ്വതാരോഹകരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് മാലിന്യ പ്രതിസന്ധി ഇരട്ടിയാക്കുകയാണ്. പരിസ്ഥിതിക്ക് കടുത്ത ഭീഷണിയുയർത്തുന്ന ഈ പ്രവണതയ്ക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്.
പർവ്വതാരോഹകർ തങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങളും അവശിഷ്ടങ്ങളും തിരികെ കൊണ്ടുവരണമെന്ന കർശന നിയമമുണ്ടെങ്കിലും ഇത് പലപ്പോഴും ലംഘിക്കപ്പെടുകയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. എവറസ്റ്റിന്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനായി വരും ദിവസങ്ങളിൽ നേപ്പാൾ സർക്കാർ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്നാണ് സൂചനകൾ. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 99 അംഗങ്ങൾ ഷാനിമോൾക്ക് വോട്ട് ചെയ്തു. LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹ്സിന് 34 വോട്ട് ലഭിച്ചു. NDA MLA മാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വോട്ട് ചെയ്തില്ല. നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ ചരിത്രപരമായ അവകാശവാദം പൊളിഞ്ഞിരുന്നു. നഫീസത്ത് ബിവിക്ക് ശേഷം നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാകാൻ പോകുന്നതായിരുന്നു VD സതീശന്റെ വാദം. 1960-ലാണ് നഫീസത്ത് ബിവി ഡെപ്യൂട്ടി സ്പീക്കറായത്. എന്നാൽ അതിനുശേഷവും കേരളത്തിൽ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി മറച്ചുവെച്ചു. നഫീസത്ത് ബിവിക്ക് ശേഷം 1987 മുതൽ 91 വരെയുള്ള കാലയളവിൽ CPI നേതാവായ ഭാർഗവി തങ്കപ്പൻ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി പദവി അലങ്കരിച്ചിട്ടുണ്ട്. മാത്രമല്ല 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള 1-ാം നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറും ഒരു വനിതയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവ് KO ആയിഷ ബായ് ആയിരുന്നു അത്. ഈ ചരിത്ര വസ്തുക്കൾ നിലനിൽക്കെയാണ് കോൺഗ്രസ് നേതൃത്വവും VD സതീശൻ അനുകൂലികളും ഷാനിമോൾ ഉസ്മാന്റെ പദവിയെ നഫീസ ബിവിക്ക് ശേഷം ആദ്യമെന്ന രീതിയിൽ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. ലോകകപ്പ് കളിക്കാൻ തക്സിൻ ഖത്തർ സംഘത്തിൽ ഇടം നേടി കണ്ണൂർ സ്വദേശി. ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിന്റെ അന്തിമ സ്ക്വാഡിൽ ഇടം നേടി കണ്ണൂർ സ്വദേശി തക്സിൻ മുഹമ്മദ്. ലോകകപ്പ് ഫുട്ബോൾ കളിക്കുന്ന ആദ്യ മലയാളി എന്ന അപൂർവ നേട്ടത്തിലേക്കാണ് 19-കാരൻ വോട്ട് കിട്ടുന്നത്. സ്പാനിഷ് കോച്ച് യൂരൻ ലോബേറ്റുമായി പ്രഖ്യാപിച്ച 26-അംഗ ടീമിലാണ് തക്സിൻ ഇടം നേടിയത്. ഖത്തറിലെ ചീഫ് അക്കൗണ്ടന്റായ തലശ്ശേരി ചിറക്കര ഹിബാസിൽ ജംഷിദിന്റെയും വളപട്ടണം ഷൈമാസിൽ ഷൈമിയുടെയും രണ്ടാമത്തെ മകനാണ്. ജനിച്ചതും വളർന്നതും ഖത്തറിൽ. അവിടെ ആസ്പിയർ ഫുട്ബോൾ അക്കാദമിയിലൂടെയാണ് വളർന്നത്. വൈകാതെ ഖത്തർ യൂത്ത് ടീമിൽ ഇടം ലഭിച്ചു. പിന്നീട് ഖത്തർ സ്റ്റാർസ് ലീഗ് ക്ലബ്ബായ അൽ ദുഹൈലേക്ക് സ്റ്റാർസ് ലീഗിൽ കളിച്ച ആദ്യ ഇന്ത്യക്കാരനാണ്. ഖത്തർ ദേശീയ ടീമിനായി അണ്ടർ 16, 17, 19 വിഭാഗങ്ങളിൽ കളിച്ചു. അൽ ദുഹൈൽ സീനിയർ ടീമിൽ കളിക്കുമ്പോഴാണ് ദേശീയ ടീമിലേക്കുള്ള വിളി. ഇന്ത്യൻ യൂത്ത് ടീം ക്യാമ്പ് വരെ എത്തിയ പിതാവായ ജംഷിദിന്റെ പാരമ്പര്യമുണ്ട് തക്സിന്. ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന ജോപോൾ അഞ്ചേരിക്കൊപ്പം കേരള യൂത്ത് ടീമിൽ കളിച്ച ജംഷിദ് അന്തർ സർവകലാശാല കിരീടം നേടിയ കാലിക്കറ്റ് സർവകലാശാല ടീമിന്റെ ഉപനായകനായിരുന്നു. പരിക്ക് കളിക്കളത്തിൽ നിന്ന് അകറ്റിയതോടെയാണ് ജോലി തേടി ഗൾഫിലെത്തിയത്. മകനെ ദേശീയ ടീമിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ആ കസേര അളിയന് സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ സഹോദരി ഭർത്താവിന് നിയമനം. 13 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരാണുള്ളത്. അഡീഷണൽ PS ആയാണ് ഉളിക്കൽ സ്വദേശി ബെന്നി തോമസിന് നിയമനം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് തിങ്കളാഴ്ച വൈകിട്ട് പുറത്തിറങ്ങിയത്. KPCC പ്രസിഡന്റ് കൂടിയ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അളിയനെ കൂടി ഇരുത്തിയത് കോൺഗ്രസിൽ കലാപത്തിന് വഴിവെക്കും. DCC ജനറൽ സെക്രട്ടറിയാണ് ഉളിക്കൽ സ്വദേശിയായ ബെന്നി തോമസ്. മുൻ KSU നേതാവ് സുദീപ് ജെയിംസ് ആണ് മറ്റൊരു അഡീഷണൽ PS. സ്റ്റാഫിലുള്ള മറ്റുള്ളവരെല്ലാം സർക്കാർ ജീവനക്കാരാണ്. ബന്ധു നിയമനം വാർത്തയായതോടെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസുകാർ തന്നെ പ്രതിഷേധവുമായി എത്തി. അതേസമയം മന്ത്രിമാരുടെ സ്റ്റാഫിലേക്കുള്ള ശുപാർശകൾ ഏറിയതോടെ UDF മന്ത്രിസഭയിലെ ഭൂരിഭാഗം പേരുടെയും സ്റ്റാഫ് നിയമനം ഇതുവരെ പൂർത്തിയായിട്ടില്ല. മുഖ്യമന്ത്രി VD സതീശന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളാണ് ഇതുവരെ ഏറെക്കുറെ നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് 20 പേഴ്സണൽ സ്റ്റാഫുമാരെ നിയമിച്ച് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. ഇത് പിന്നാലെ 4 ഡ്രൈവർമാരെയും 2 ഓഫീസ് അറ്റൻഡന്റുമാരെയും കൂടി നിയമിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തു. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായുള്ള മുൻകരുതലിന്റെ ഭാഗമാണിത്. അഴീക്കൽ പോർട്ട് ഓഫ് രജിസ്റ്റർ കീഴിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സർവീസ് നടത്തുന്ന വിനോദസഞ്ചാര ബോട്ടുകളിൽ യാത്ര ചെയ്യാൻ ദിവസേന ഒട്ടേറെ പേരാണ് എത്തുന്നത്. കാലാവസ്ഥ അപകടകരമാകുന്ന ദിവസങ്ങളിലും പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള ദിവസങ്ങളിലും സർവീസ് നിർത്തിവെക്കേണ്ടതാണ്. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ജീവനക്കാർക്കും ഉടമകൾക്കുമെതിരെ ഇൻലാൻഡ് വെസൽ ആക്ട് പ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇത് കാണിച്ച് പോർട്ട് ഓഫ് രജിസ്ട്രി അഴീക്കൽ ബോട്ട് ഉടമകൾക്കും ജീവനക്കാർക്കും നോട്ടീസ് നൽകി. മതിയായ ലൈസൻസുള്ള ജീവനക്കാരില്ലാതെയും പരിധിയിൽ കവിഞ്ഞുള്ള യാത്രക്കാരെ കയറ്റിയും ഉല്ലാസ ബോട്ടുകൾ സർവീസ് നടത്തിയാൽ സാങ്കിനെതിരെയും
ഉടമയ്ക്കെതിരെയും നടപടി ഉണ്ടാകും. യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ബോട്ടിന്റെ സുരക്ഷാ ടാങ്ക് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. മഴക്കാലമായാൽ പുഴകളിൽ ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടാറുണ്ട്. മൺസൂൺ സമയത്ത് എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന ശക്തമാക്കുമെന്നും നിയമം ലംഘിക്കുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കാൻ അധികാരപ്പെട്ടവർക്ക് ശുപാർശ ചെയ്യുമെന്നും ബോർഡ് അധികൃതർ അറിയിച്ചു. ഉൾനാടൻ ജലാശയങ്ങളിലെ ഊത്തപ്പിടുത്തം നിരോധിച്ചു. കണ്ണൂർ ജില്ലയിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ മുട്ടയിടൽ കാലയളവിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നതിനെതിരെ കർശന ജാഗ്രത പാലിക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രാദേശികമായി ഊത്തപ്പിടുത്തം എന്നറിയപ്പെടുന്ന ഇത്തരം പ്രവർത്തികൾ മത്സ്യവംശനത്തിനും ജലജീവി വൈവിധ്യത്തിന്റെ ശോഷണത്തിനും കാരണമാകുമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജുഗ്നു ആർ അറിയിച്ചു. കേരള ഉൾനാടൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ നിയമങ്ങൾ പ്രകാരം ജൂൺ ജൂലൈ മാസങ്ങളിലെ മുട്ടയിടൽ കാലത്ത് മത്സ്യങ്ങളെ അനധികൃതമായി പിടികൂടുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇത് ലംഘിക്കുന്നവർക്ക് 6 മാസം വരെ തടവും 10,000 രൂപ പിഴയും ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മൺസൂൺ കാലത്ത് മത്സ്യങ്ങളുടെ പ്രജനനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും വകുപ്പ് അഭ്യർത്ഥിച്ചു. അടക്കം കല്ലി വല, 20 മില്ലിമീറ്റർ കുറവ് കണ്ണി വലിപ്പമുള്ള വല, വൈദ്യുതി ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം, തോട്ട പൊട്ടിക്കൽ, വിഷം കലക്കൽ തുടങ്ങിയ രീതികളിലെ മത്സ്യബന്ധനവും നിരോധിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. ഇത്തരം അനധികൃത മത്സ്യബന്ധനം ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലോ സമീപത്തെ മത്സ്യഭവനുകളിലോ വിവരം അറിയിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജൂൺ 4-ന് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കും. MP ഗോവിന്ദൻ. ഇന്ധനവില വർധനയിലൂടെ ജനഹിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയും അതിനെതിരെ മൗനം പാലിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും ജൂൺ 4 വ്യാഴാഴ്ച ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും തെരഞ്ഞെടുപ്പ് മറ്റ് പ്രധാന സ്ഥലങ്ങളിലുമായിരിക്കും പ്രക്ഷോഭം നടക്കുക. രാജ്യത്ത് ഇന്ധനവില വലിയ തോതിലാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 15 മുതൽ 25 വരെയുള്ള 11 ദിവസത്തിനിടെ മാത്രം 4 തവണയാണ് പെട്രോൾ ഡീസൽ വില കൂട്ടിയത്. 7 രൂപയുടെ വർധനവാണ് ഈ ദിവസങ്ങളിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിംഗ് എണ്ണയ്ക്ക് വില കുറഞ്ഞപ്പോൾ അതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ധന നികുതി കുത്തനെ ഉയർത്തിയത്. അന്താരാഷ്ട്ര വില കുറഞ്ഞത് ജനങ്ങൾക്ക് ഗുണകരമാകരുത് എന്ന ക്രൂരമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില വർധനവിന്റെ പേര് പറഞ്ഞ് ജനങ്ങളുടെ കേന്ദ്രം ശ്രമിക്കുന്നത് കേന്ദ്രത്തിന്റെ ഈ കൊള്ളയ്ക്ക് സംസ്ഥാന സർക്കാരും കൂട്ടുനിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഈ വില വർധനവിലൂടെ മാത്രം ലിറ്ററിന് 2 രൂപയിലധികം അധിക വരുമാനം സംസ്ഥാന സർക്കാരിന് ലഭിക്കും. LDF ഭരിക്കുന്ന കാലത്ത് ഇന്ധനവില നികുതി വരുമാനം വേണ്ടെന്ന് വെക്കണമെന്ന നിലപാടായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് സൈക്കിൾ ചവിട്ടി നിയമസഭ വന്ന് സമരം ചെയ്യുകയായിരുന്നു സതീശൻ. ഗാർഹിക സിലിണ്ടറിന്റെ വില മാർച്ച് മാസത്തിൽ 60 രൂപയാണ് വർദ്ധിപ്പിച്ചത്. നിലവിൽ സിലിണ്ടറുകളുടെ ലഭ്യതയും വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. മുൻപ് BJP സർക്കാർ പറഞ്ഞിരുന്നത് ഗാർഹിക സിലിണ്ടറിന്റെ സബ്സിഡി എടുത്തു മാറ്റി അത് നേരിട്ട് അക്കൗണ്ടിൽ ലഭ്യമാക്കൂ എന്നായിരുന്നു. എന്നാൽ അത്തരമൊരു സ്ഥിതി വിശേഷം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഇത്തരം ജനദ്രോഹ നയങ്ങളുടെ ഫലമായി കേരളത്തിൽ വിലക്കയറ്റവും അതിരൂക്ഷമായി മാറി. ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന നിരക്കിലാണ് കേരളത്തിൽ ഇപ്പോൾ വിലക്കയറ്റ തോത് വർദ്ധിച്ചു വരുന്നത്. ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയരണമെന്നും പ്രക്ഷോഭത്തിന് എല്ലാവരുടെയും പിന്തുണ വേണമെന്നും MP ഗോവിന്ദൻ ആഹ്വാനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ല, സ്ഥലം വിട്ടുപോകില്ല പാരിയാത്തുകാവ് ഉന്നതി നിവാസികൾ. പാരിയാത്തുകാവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ പ്രതികരണങ്ങൾക്കെതിരെ ഉന്നതി കുടുംബങ്ങൾ പരസ്യമായി രംഗത്ത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും തങ്ങളുമായി യാതൊരുവിധ ചർച്ചയും നടന്നിട്ടില്ലെന്നും ഒരു ഉറപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കുടുംബങ്ങൾ വ്യക്തമാക്കി. പാരിയാത്തുകാവിലെ കുടുംബങ്ങൾ പുനരധിവാസത്തിന് സമ്മതിച്ചുവെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയെ അറിയിച്ചത്. എന്നാൽ ഇത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടേത് തീർത്തും തെറ്റായ പ്രസ്താവനയാണെന്നും ജനങ്ങൾ പറഞ്ഞു. സർക്കാർ മുന്നോട്ട് വെക്കുന്ന പുനരധിവാസം ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും തങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ ഉടമസ്ഥാവകാശം വേണമെന്നും ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും പാരിയാത്തുകാവ് ഉന്നതിയിലെ ജനങ്ങൾ വ്യക്തമാക്കി. UDF സർക്കാർ അധികാരത്തിലേറിയതിന്റെ ധൈര്യത്തിൽ ഭൂമാഫിയക്കായി പോലീസ് നടത്തിയത് മനസ്സാക്ഷിയെ നടക്കുന്ന അക്രമമായിരുന്നുവെന്ന് പുരുഷ പോലീസുകാർ സ്ത്രീകളെയും കുട്ടികളെയും പോലും വെറുതെ വിട്ടില്ലെന്നും കഴിഞ്ഞ 14 ദിവസത്തിൽ വന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇക്കുറി അഭിഭാഷക കമ്മീഷനും പോലീസും എത്തിയത്. 200ഓളം പോലീസ് ഉണ്ടായിരുന്നു. എന്നാൽ കോടതി സമ്മർദ്ദമാണ് പോലീസ് നടപടിക്ക് കാരണമായതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ന്യായീകരിച്ചു. പതിറ്റാണ്ടുകളായി താമസിക്കുന്ന മണ്ണിൽ നിന്നും പാവപ്പെട്ട കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പോലീസ്
കാട്ടിയ ക്രൂരതയെ ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് ന്യായീകരിക്കുന്നത് സർക്കാരിന്റെ ജനവിരുദ്ധ നയമാണ് തുറന്നുകാട്ടിയത്. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന പുതിയ സർക്കാർ അധികാരത്തിലേറി ദിവസങ്ങൾക്കകം തന്നെ പോലീസിന്റെ നരനായട്ടിനെ കുടപിടിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. അണ്ണാമലൈ BJP വിട്ടു. രാജിക്കത്ത് നിതിൻ നബീന് കൈമാറി. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് സൂചന. 6 വർഷത്തെ BJP ജീവിതത്തിന് തിരശ്ശീലയിട്ട് തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതിനെ തുടർന്ന് അദ്ദേഹം തന്റെ രാജിക്കത്ത് BJP തമിഴ്നാടിന്റെ ചുമതലയുള്ള ദേശീയ നേതാവ് നിതിൻ നബീന് കൈമാറി. ഇന്നലെ ഡൽഹിയിലെത്തിയ അണ്ണാമലൈ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചത്. തന്നെ പോകാൻ അനുവദിക്കണമെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയായിരുന്നു. താൻ ആദ്യമായി പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് BJP. പാർട്ടി തനിക്ക് നൽകിയ വലിയ അവസരങ്ങൾ നന്ദി അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡൽഹിയിലെത്തി നേതാക്കളെ കണ്ടത് എന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അണ്ണാമലൈ വ്യക്തമാക്കി. BJPയിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം അണ്ണാമലൈ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന നാളുകളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു രാഷ്ട്രീയ കക്ഷിയുടെ ഉദയത്തിന് കൂടി ഇത് വഴിതെളിക്കും. നടൻ വിജയുടെ തമിഴക വെട്രികഴകം ഉണ്ടാക്കിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് പിന്നാലെ അണ്ണാമലൈയുടെ നീക്കവും തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അണ്ണാമലൈ BJP സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്നും അപ്രതീക്ഷിതമായി നീക്കിയിരുന്നു. പകരം നയനാർ നാഗേന്ദ്രൻ ചുമതല നൽകിയ ദേശീയ നേതൃത്വത്തിന്റെ നടപടി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. ഈ പദവി മാറ്റത്തിന് പിന്നാലെ അണ്ണാമലൈ പാർട്ടിയുമായി കടുത്ത വിയോജിപ്പിലായിരുന്നു. നുണകളുടെ ഘോഷയാത്രയുമായി VD സതീശൻ. LDF സർക്കാർ ഇന്ധന നികുതി കുറച്ചതിന്റെ നിയമസഭാ രേഖകൾ പുറത്ത്. ഇന്ധന നികുതി വർധനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്ന വാദങ്ങൾ പൂർണ്ണമായും പൊളിയുന്നു. കഴിഞ്ഞ LDF സർക്കാർ ഇന്ധന നികുതി കുറച്ചിട്ടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങൾ വിരുദ്ധമായി മുൻ സർക്കാർ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നിയമസഭാ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പറയുന്ന കണക്കെല്ലാം നീർക്കുമിളകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വന്ന ഔദ്യോഗിക രേഖകൾ. കസേര മാറുമ്പോൾ നിലപാട് മാറ്റുന്ന VD സതീശന് കടുത്ത തിരിച്ചടിയാണ് ഈ നിയമസഭാ രേഖകൾ നൽകുന്നത്. 11ാം കേരള നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി TM തോമസ് ഐസക് നൽകിയ ഔദ്യോഗിക മറുപടിയാണ് പ്രതിപക്ഷത്തിന്റെ വാദങ്ങളുടെ മുന്നോടിയാക്കുന്നത്. ഇന്ധനവില വർധനവിലൂടെ സർക്കാരിന് ലഭിച്ച അധിക വരുമാനത്തെക്കുറിച്ചും നികുതി കുറയ്ക്കുന്നതിനെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് അന്ന് ധനമന്ത്രി നൽകിയത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പെട്രോൾ ഡീസൽ വില വർധനവിലൂടെ പെട്രോളിൽ നിന്ന് 349 രൂപ 83 പൈസ, ഡീസലിന് 481 രൂപ 84 കോടി രൂപയുടെ അധിക വരുമാനം 30/11/2018 വരെ ലഭിച്ചതായി മറുപടിയിൽ വ്യക്തമാക്കുന്നു. ഈ അധിക വരുമാന നികുതിയുടെ ഒരു ഭാഗം ഉപേക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സാധാരണക്കാരെ സഹായിക്കുന്നതിനായി 1/6/2018 മുതൽ നിലവിൽ ₹1 കുറയുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ നികുതി നിരക്ക് കുറച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായി ധനമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. മുൻ LDF സർക്കാർ ഇന്ധന നികുതി കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകിയെന്ന വസ്തുത നിയമസഭയിൽ അന്നത്തെ ധനമന്ത്രി രേഖാമൂലം വ്യക്തമാക്കിയതാണെന്ന് ഈ ഉത്തരവ് അടിവരയിടുന്നു. ഇതോടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി VD സതീശൻ നടത്തുന്ന പ്രചരണങ്ങൾ കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യ രംഗം വട്ടപൂജ്യമോ? പഴയ വീഡിയോ മുരളീധരനെ തിരിഞ്ഞുകൊത്തുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ പ്രവേശിപ്പിച്ച രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവം പുറത്തു വന്നതോടെ സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിൽ ജനരോക്ഷം ശക്തമാക്കുകയാണ്. സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ ആരോഗ്യരംഗം പൂർണ്ണമായും തകർച്ചയിലേക്ക് നീങ്ങിയെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി പേർ കുറിക്കുന്നത്. നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരൻ മുൻപ് നടത്തിയ പ്രസ്താവനകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ആരോഗ്യരംഗം വട്ടപൂജ്യമാണെന്ന് മുരളീധരൻ ആക്ഷേപിച്ചിരുന്നു. എന്നാൽ ഇന്ന് വകുപ്പ് മന്ത്രിയാകുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയുടെ കാൽ കൃത്യമായി ഡ്രസ് ചെയ്തു മാറ്റാൻ പോലും ആശുപത്രി ജീവനക്കാർ ഉണ്ടായിരുന്നില്ലെന്നാണ് പരാതി.
പ്രതിപക്ഷ നേതാവായിരിക്കെ കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന് പ്രസംഗിച്ചു നടന്ന വി ഡി സതീശനാണ് ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തുള്ളത്. എന്നാൽ UDF സർക്കാർ അധികാരമേറ്റ് ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നിട്ടും സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് പ്രയോജനകരമാകുന്ന ഒരൊറ്റ തീരുമാനം പോലും കൈക്കൊള്ളാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നിരവധി ചികിത്സാ പിഴവുകളുടെയും താളപ്പിഴകളുടെയും റിപ്പോർട്ടുകളാണ് UDF അധികാരത്തിൽ വന്നതിനു ശേഷം ദിനവും പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നും താലൂക്ക് ആശുപത്രികളിൽ നിന്നും ഗുരുതരമായ വീഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ മെയ് 12-നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയയിലെ ഗുരുതരമായ പിഴവ് മൂലം 73-കാരിയുടെ കാലിലെ നരമ്പ് മുറിഞ്ഞുപോയത്. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പാമ്പുകടിയേറ്റ് രക്തം ഛർദ്ദിച്ചെത്തിയ എടപ്പാൾ പാടത്തങ്ങാടി സ്വദേശിനി ഷഹലയ്ക്ക് ചികിത്സ നിഷേധിച്ച സംഭവം ഞെടുക്കുന്നതായിരുന്നു. ഇതിനു പുറമെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മഞ്ഞപ്പിത്തത്തിന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം പേരയം സ്വദേശി വിൽഫ്രഡ് ആശുപത്രി കട്ടിലിൽ നിന്നും വീണു മരിച്ചതും. ഭരണ സ്ഥിരകേന്ദ്രങ്ങളിൽ ഇത്രയേറെ അനാസ്ഥകൾ കടക്കുമ്പോഴും എന്ത് പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചാലും ഭരണം വന്നതല്ലേ ഉള്ളൂ, പ്രശ്നം പഠിക്കട്ടെ എന്ന ഒഴുക്കൻ മറുപടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൽകുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഇല്ല എന്ന് പരസ്യമായി കൈമലർത്തിയ മന്ത്രിമാർ വരെ ഈ UDF മന്ത്രിസഭയിൽ ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. LDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ജനപക്ഷ ആരോഗ്യ മാതൃകകളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് UDF ഭരണം ജനങ്ങളെ ദുരിതത്തിലായെത്തുകയാണെന്നും പ്രശ്നങ്ങൾ പഠിച്ചു എന്നാണ് പുതിയ ഈ സർക്കാർ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന ചോദ്യം.